സാമൂഹിക മാധ്യമം വഴി പരിചയത്തിലായ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റിന്റെ അറസ്റ്റ് ഒടുവിൽ രേഖപ്പെടുത്തി. കീഴടങ്ങിയ ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റ് 2 രാത്രിക്കും 1 പകലിനും ശേഷമാണ് രേഖപ്പെടുത്തിയത്. പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴി ശക്തമായതിനാൽ രാഷ്ട്രീയ അട്ടിമറി നടന്നില്ല. 20 പ്രതികളുള്ള കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായത്. 3 പേരുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ചിറ്റാർ കരികയം പള്ളിപ്പറമ്പിൽ വീട്ടിൽ സജാദ്, KSEB ജീവനക്കാരൻ ആങ്ങമൂഴി താന്നിമൂട്ടിൽ മുഹമ്മദ് റാഫി, പീഡനം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആൺകുട്ടി, ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് മടത്തുമൂഴി വലിയകുളത്തിൽ ജോയൽ തോമസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി തന്നെ 4 പേരും കസ്റ്റഡിയിലായിരുന്നു. അന്ന് പകലാണ് കേസെടുത്തത്. തന്റെ പേര് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയാമായിരുന്ന ജോയൽ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഉടൻ തന്നെ റാന്നി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഇയാളെ മാറ്റി. മറ്റ് 3 പേരെയും പെരുന്നാട് പോലീസ് സ്റ്റേഷനിലും സൂക്ഷിച്ചു. ജോയലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. മറ്റ് 3 പേരും ഇന്നലെ അറസ്റ്റിലായി. ജോയലിന്റെ അറസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 12-നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടിയുടെ മൊഴിയിൽ ജോയലിന്റെ പേരും പീഡന വിവരങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ അറസ്റ്റ് സ്ഥിരീകരിക്കാനാകാതെ റാന്നി ഡിവൈഎസ്പിയും പെരുന്നാട് പോലീസും 2 ദിവസം ഒളിച്ചു കളിച്ചു. 2021 ജൂൺ മുതൽ കഴിഞ്ഞ മാസം വരെയാണ് പെൺകുട്ടിക്ക് പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 20 പ്രതികളാണുള്ളത്. ഇതിൽ 16 പേർ ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ട്. ശേഷിച്ച 4 പേർ കുട്ടിയുടെ നഗ്ന വീഡിയോയും ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചവരാണ്. പത്തനംതിട്ട ടൗണിലെ സ്റ്റാർ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറിൽ വച്ച് പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയെന്നറിയുന്നു. അതിജീവിതയ്ക്ക് 16 വയസ്സാണുള്ളത്. പത്തനംതിട്ട, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടിയെ പിതാവ് ഉപേക്ഷിച്ചു പോയി. മാതാവ് വിദേശത്താണുള്ളത്. 16 വയസ്സുള്ള കുട്ടി അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത്. പ്രായപൂർത്തിയാകാത്ത ആളും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കൊല്ലത്തെ കേന്ദ്രത്തിൽ പാർപ്പിക്കും. പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി ഓഫീസിലെത്തി ജോയൽ കീഴടങ്ങുകയായിരുന്നു. പെരുന്നാട് മടത്തുമൂഴി സ്വദേശിയാണ് ജോയൽ തോമസ്. കുട്ടിയെ പീഡിപ്പിച്ചതിന് 16 പേർക്കെതിരെയും നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് 3 പേരുടെ പേരിലും കേസുണ്ട്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഇതെല്ലാം അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ചിറ്റാർ സ്വദേശിയായ യുവാവാണ് പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം പരിചയപ്പെട്ടത്. ഇയാൾ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കി. ഈ ദൃശ്യങ്ങൾ ഇയാൾ സുഹൃത്തുക്കൾക്ക് കൈമാറി. തുടർന്ന് നഗ്ന ദൃശ്യങ്ങൾ കിട്ടിയവരെല്ലാം പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും കുട്ടിയെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ചിലർ കുട്ടിയെ വീട്ടിലെത്തി ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി. പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് പ്രതികൾ ഇവിടെ എത്തിയത്.